തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മധ്യകേരളത്തിലും പ്രചാരണ രംഗം ആവേശത്തിലാക്കി മുന്നണികൾ. അവധി ദിനത്തിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്നതിനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇടത് സ്ഥാനാർത്ഥികൾ മൂന്നാം ഘട്ടത്തിലേക്കും UDF സ്ഥാനാർത്ഥികൾ രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്കും കടന്നു. അവധി ദിനത്തിലും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഭൂരിഭാഗം സ്ഥാനാർത്ഥികളുടെയും പര്യടനം. തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നാട്ടിക, ഒല്ലൂർ, ഗുരുവായൂർ മണ്ഡലങ്ങളിലെ വിവിധ ആരാധനാ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് വോട്ടർമാരെ നേരിൽ കണ്ടു. കണ്ടാണശ്ശേരി, ചൂണ്ടൽ, പാവറട്ടി മേഖലകളിലായിരുന്നു UDF സ്ഥാനാർത്ഥി K മുരളീധരൻ്റെ പ്രചരണം. മലയോര പ്രദേശമായ അതിരപ്പള്ളി, മലക്കപ്പാറ പ്രദേശത്താണ് ചാലക്കുടിയിലെ ഇടത് സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിൻ്റെ ഇന്നത്തെ പര്യടനം. UDF സ്ഥാനാർത്ഥി കയ്പമംഗലം മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലും പ്രചരണം നടത്തുന്നു. എറണാകുളത്തെ ഇടതു സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ സ്വന്തം തട്ടകമായ പറവൂരിലാണ് ഇന്ന് പ്രചരണം. തൃപ്പൂണിത്തുറ, കളമശ്ശേരി ഭാഗങ്ങളിൽ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ്റെ പര്യടനവും പുരോഗമിക്കുകയാണ്. ആലപ്പുഴയിലെ ഇടതു സ്ഥാനാർത്ഥി AM ആരിഫ് ഇന്ന് ഹരിപ്പാട് മണ്ഡലത്തിലാണ്. വൈകിട്ട് കുടുംബയോഗങ്ങളിലും പങ്കെടുക്കും. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ മണ്ഡലത്തിൽ ഇന്ന് പ്രചരണ രംഗത്തില്ല. ഇടുക്കിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് അസംബ്ലി നിയോജക മണ്ഡലം കൺവെൻഷനുകളുടെ തിരക്കിലാണിന്ന്. മൂന്നാർ, വണ്ടിപ്പെരിയാർ, നെടുങ്കണ്ടം എന്നീ അസംബ്ലി മണ്ഡലം കൺവെൻഷനുകളാണ് ഇന്നത്തെ പ്രധാന പരിപാടി. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് തൊടുപുഴ മാർത്തോമ പള്ളിയിൽ നിന്നും രാവിലെ പ്രചരണം ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷം കട്ടപ്പനയിലാണ്. മാവേലിക്കരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി CA അരുൺകുമാർ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ മണ്ഡലത്തിൽ നിന്നും രാവിലെ പ്രചരണം ആരംഭിച്ചു. UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നേൽ സുരേഷ് മാവേലിക്കര മേഖലയിലാണ്. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ കോട്ടയം, ഏറ്റുമാനൂർ നിയോജക മണ്ഡലങ്ങളിൽ രാവിലെ സൗഹൃദ സന്ദർശനം നടത്തി. എലിക്കുളം, മീനച്ചിൽ മണ്ഡലം കൺവെൻഷനുകളിലും സ്ഥാനാർത്ഥി പങ്കെടുക്കും. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പാലാ കേന്ദ്രീകരിച്ചാണ് പ്രചരണം. തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ NDAയുടെ ക്യാമ്പും സജീവമായിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.